നമസ്കാരം. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പാർട്ടി നേരിട്ട കനത്ത തോൽവിയെ മറികടക്കാനും ഇനി വരുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ മുന്നേറ്റം നടത്താനും സംസ്ഥാന മന്ത്രിസഭ അഴിച്ചുപണി നടത്തുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇടതുമുന്നണിയിൽ അനൗദ്യോഗികമായി ആരംഭിച്ചതായാണ് വിവരം. CPIയുടെ മന്ത്രിസ്ഥാനങ്ങളിൽ തൽക്കാലം അഴിച്ചുപണി ഉണ്ടാകില്ല എന്നാണ് അറിയുന്നത്. ഇതര കക്ഷികൾക്ക് അനുവദിച്ചിരിക്കുന്ന വകുപ്പുകളിൽ ചിലത് ഏറ്റെടുക്കാനും ചിലത് വിട്ടു നൽകി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുമാണ് സർക്കാർ ആലോചിക്കുന്നത്. ഓണക്കാലത്ത് തന്നെ വിഴിഞ്ഞം തുറമുഖം ഔദ്യോഗികമായി കമ്മീഷൻ ചെയ്യുന്ന കാര്യവും സർക്കാർ ആലോചിക്കുന്നുണ്ട്. എന്നാൽ ഇതിൽ കേന്ദ്ര നിലപാട് നിർണായകമാണ്. എന്നിരുന്നാലും വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള വികസന നേട്ടങ്ങൾ എടുത്തുകാട്ടി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന തോൽവി പരിഹരിക്കാനാകും എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കണക്കുകൂട്ടൽ. അതേസമയം പാർട്ടിക്കേറ്റ കനത്ത പ്രഹരത്തിന് കാരണം ധനവിനിയോഗത്തിലെ പാളിച്ചയാണെന്നും സംസ്ഥാന സമിതിയിൽ വിമർശനമുയർന്നു. ക്ഷേമ പെൻഷൻ വിതരണം ഉൾപ്പെടെ അടിസ്ഥാന വർഗത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ധനമന്ത്രി KN ബാലഗോപാൽ കൂടുതൽ ജാഗ്രതയോടെ ഇടപെടൽ നടത്തിയില്ല എന്നും വിമർശനങ്ങൾ ഉയരുന്നു. മുഖ്യമന്ത്രിക്കും മകൾക്കും എതിരെ ഉയരുന്ന അഴിമതി ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളിൽ കോടതിയിൽ നിന്നും പ്രതികൂല പരാമർശങ്ങൾ ഉണ്ടാകുമോ എന്നത് ആശങ്കപ്പെടുന്നുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ചില അസ്വാരസ്യങ്ങൾ അങ്ങിങ്ങുയരുന്നുണ്ട്. പലരും പരോക്ഷമായി ലക്ഷ്യമിടുന്നത് മുഖ്യമന്ത്രിയെ തന്നെയാണ്. ഈ സാഹചര്യത്തിൽ കോടതിയിൽ നിന്നുള്ള പ്രതികൂല പരാമർശങ്ങൾ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. ഇതിനുതകുന്ന തരത്തിൽ കേസുകൾ ക്രമീകരിക്കുന്നതിന്റെ പിൻവാതിൽ സാധ്യതകൾ പോലും ഉന്നത തലത്തിൽ ആലോചിക്കുന്നതായാണ് വിവരങ്ങൾ.